ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ബില്ല ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഗൈസ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ പുതിയൊരു വേൾഡാണ് ഗൈസ്. ഇതൊരു സെർവറാണ്. ഇതിലൊരു കുറച്ച് പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു അനാർക്കി സെർവറാണ്. നമുക്കൊരു ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഗൈസ് നമ്മളെ പുതിയ സ്കിന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, നമ്മളെ ടീമേറ്റായ നമ്മളെ SK Pro നമുക്കൊരു ലൊക്കേഷൻ വിട്ടുതന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്കൂട്ടാവണോ, കാരണം ഇവിടെ ഫുൾ എനിമീസാണ്. അപ്പോൾ അവൻ നമ്മളെ ടീമാണ് ഗൈസ്. അപ്പോൾ അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അവനെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവനും ഈ സെർവറിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റാം. ഇതിൽ കോളും കാര്യങ്ങളൊക്കെ ഒന്ന് പറക്കിയിട്ടേ ഒന്ന് സെറ്റാവട്ടെ. ഗൈസ്, ഇതൊരു നേരം വെളുത്തിട്ടില്ല, നമുക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. അവിടെ പുറത്ത് കുറേ ആൾക്കാരുണ്ട് തോന്നുന്നുണ്ട്. അവന്മാർ സോംബിയുടെ കൈകൊണ്ട് ചാവുന്നുണ്ട്. നമ്മളിവിടെ സേഫാണ്. പ്ലീസ് ഇവിടെ വിഭവം ഉണ്ടാക്കിയില്ല നമ്മൾ തൽക്കാലത്തിന്. അവന്മാരെ കണ്ട് തല്ലി ഫിനിഷ് ചെയ്യുക. ഇവിടെ പുറത്താകെ സീനാണ്. എനിമീസ് ഉണ്ട് തോന്നുന്നുണ്ട്, കാരണം അവന്മാരെ അടിയിട്ട് ചാവണമൊക്കെ നമുക്ക് കാണാനുണ്ട്. ഈ സ്നേഹം വെളുക്കാറായിട്ടുണ്ട് കേട്ടോ, സീനൊന്നുമില്ല. അതാരും സ്കെൽട്ടനാണ്. ഓക്കെ ഗൈസ്, നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല വൈബാണ്, ഒരു ദ്വീപാണ് ഗൈസ്. ചുറ്റോറും അടിപൊളി വൈബ് സ്ഥലമാണ്. പക്ഷേ സ്പോൺ ഏരിയക്ക് എടുത്താണ്, അതാണ് ഇപ്പോൾ ഇത്ര സീന്. എന്താ ഇത് ഗൈസ്? ജസ്റ്റ് ഗൈസ് അല്ലെങ്കിൽ നമ്മളും കൂട്ടാൻ. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഇതിന് പോകണ്ടെങ്കിൽ നമ്മളിവിടെ കിടക്കണുണ്ടാകും. വലിയ സീനാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മളെ ചെക്കൻ്റെ ലൊക്കേഷൻ്റെ അങ്ങോട്ട് പോവുക. ഗൈസ്, ഈ വെള്ളത്തേക്ക് ചേർക്കാം. ഷീപ്പല്ലത് ആവശ്യം വരും. ഫുഡിന് ഭയങ്കര പ്രശ്നമാണ് ഈ സെർവറിൽ. ഗൈസ്, നമുക്ക് അതിൻ്റെ അടുത്ത് പോവാം. ഗൈസ്, നമ്മൾ അവിടെ ലൊക്കേഷൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്, SK Proൻ്റെ. അപ്പോൾ ഇവിടെ നമ്മളൊരു കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മളെ പുതിയ ഷെയ്ഡർ. അപ്പോൾ ഈ ഷെയ്ഡറിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്തായാലും പറയാം. പിന്നെ രാത്രി ആവാനായി, അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ആവട്ടെ. ഗൈസ്, നമ്മളൊരു മാളത്തിൻ്റെ അടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് അയൺ ആർമർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്കൊന്ന് പോയാൽ നോക്കാം, വല്ല അയണോ വല്ല കേവ് എന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്കാം. എന്തെങ്കിലും കിട്ടുമോ നോക്കാം. എന്തായാലും ഇതിൻ്റെ അടിയിൽ പുറത്തേക്കുള്ള വഴിയൊക്കെ കാണാണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ സോംബി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ സോംബി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളെ കയ്യിൽ ഒരു ഷീൽഡ് പോലും ഇല്ല. നമുക്ക് വേറെ സൈഡ് കുഴിച്ച് നോക്കാം, അതാവും ഇപ്പം നല്ലത്. പക്ഷെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് കുഴിച്ച് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ ഒന്നും അധികമൊന്നും കാണാനൊന്നുമില്ല. കയ്യിലാണെങ്കിലും ടോർച്ചും ഇല്ല. കുറച്ച് ഫുഡ് എങ്ങനെയും വെട്ടണം, എന്നാലേ കാര്യം നടക്കുള്ളൂ. മരം വെട്ടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. നേരം വെളുത്തപ്പോൾ ഇത് നോക്കുക എത്ര ഷീപ്പ് സ്പോണായിരുന്നു. എനിക്കിത് ആദ്യം ഫസ്റ്റ് ടൈമാണ് ഇത്ര ഷീപ്പൊക്കെ ഒരു വട്ടം സ്പോണാവുക. അപ്പം പെട്ടെന്ന് ഇവിടെ വില്ലേജ് ഉണ്ട് കേട്ട്. അപ്പം അങ്ങോട്ടൊന്ന് പോകണം. ആരോ ലൂട്ടി വില്ലേജാണ്, അവിടെ SK Pro ഉണ്ട്, അവനൊന്ന് കാണണം. അപ്പം അങ്ങോട്ടൊന്ന് പോകാം ഗൈസ്. ഫൈനലി നമ്മൾ SK Proനെ കണ്ടുപിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവൻ ഫുള്ള് സെറ്റപ്പാണ്. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ നമുക്കും തന്നു. അപ്പം ബെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. ഇപ്പം വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു വില്ലേജ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മളെടുത്താണ്. അപ്പോൾ അങ്ങോട്ട് പിന്നെ പോവാം. ഇതിന് മുന്നേ ഞാൻ ഇവിടെ അയം പറക്കാൻ വന്നപ്പോൾ ഇവിടെ ഒരു സംഭവം കിട്ടി, അത് ഞാൻ കാണിച്ചുതരാം. വേറൊന്നുമില്ല ഗൈസ്, നമുക്കൊരു മൈൻ ഷാഫ്റ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബെഡും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ മൈൻ ഷാഫ്റ്റ് ഫുള്ള് ലൂട്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇവിടെ ഒരു കേവ് കാണാനുണ്ട്. അപ്പോൾ ഈ കേവ് മൊത്തം സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ. നമ്മളിവിടെ നിൽക്കണമെന്നില്ല. പിന്നെന്താ വെച്ചാൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് ലൂട്ടിയപ്പോൾ. പിന്നെ SK Pro എന്തെങ്ങനെയാണ് അതെന്താ അറിയില്ല. അതൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ചും കൂടി ആയാൽ വേണം. ടൂൾസൊന്നും സെറ്റായിട്ടില്ല, അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. ഓക്കെ, നമ്മൾ SK Pro ലെഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിവിടെ എടുത്താണ് കേവ് ഗൈസ്. അപ്പോൾ ഈ കേവ് ഞാൻ കുറച്ചൊക്കെ നോക്കിയേക്കണേ. അപ്പോൾ അവിടെ വലിയ സീനൊന്നുമില്ല. പിന്നെ അവിടെ ഒരു സ്പോണർ കിട്ടിയിട്ടാണ്. അവിടെ ഒരു സ്പോണർ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ തൽക്കാല സെറ്റപ്പ്. നമുക്ക് ഇതിനും വലിയ സെറ്റപ്പ് സെറ്റ് ചെയ്യണം. നമ്മളിവിടെ നിൽക്കണില്ല. പിന്നെ കുറച്ച് അയണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ ഒരു കേവ്. അപ്പോൾ ഈ കേവിൽ കുറച്ച് അയൺ ഉണ്ട്. ഇനിയും കുറച്ചുകൂടി ഒന്നുകൂടി ഒന്ന് ലൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടില്ല.
അപ്പോൾ ഇവിടെ ഫുള്ളൊന്ന് സെറ്റ് ചെയ്യണം. എന്താ അവിടെ ലോഡായിട്ടില്ല തോന്നുന്നുണ്ട്. അതാണ് അതുകൊണ്ടുള്ള പ്രശ്നമാണത്. ഒരു സോംബി വരുന്നുണ്ട്. ഇവിടെ നിന്നിട്ട് മാറിക്കാം. എസ്കേപ്പർ എന്തോ കാരണത്താൽ ബാക്കായിട്ടുണ്ട്. അപ്പോൾ അവനെന്ത് വെച്ചാണോ നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ കുറച്ച് ബേസിൻ്റെ അവിടെ നിന്ന് കുറച്ച് കണ്ട് പോന്നപ്പോൾ ഇവിടെ ആരോ ലാവ കൊഴിച്ച് ആകെ പ്രശ്നമാക്കിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്നറിയില്ല. ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോന്നപ്പോഴേ ഇവിടെ ആരോട്ടോ കുഹയിലെന്തോ പരിപാടി കാട്ടണമെന്തോ. അപ്പോൾ ഞാൻ ആളൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. എസ്കേപ്പർ ആണെങ്കിൽ ബാക്കാവും ചെയ്ത് ആകെ പ്രശ്നമാണ്. ഇവിടെ ആരോ പോർട്ടലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കേസ്. അപ്പോൾ ആർക്കും കയറാൻ പറ്റില്ല. കയറണമെങ്കിൽ ആദ്യം ഒരു ടാസ്ക് ഉണ്ട്, ഏതെങ്കിലും ഒരു ബേസ് തകർക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആരോ വന്നിട്ട് എന്തൊക്കെ പരിപാടി കാട്ടിയിട്ടുണ്ട്. ഇവിടെ ഒന്നും ആരും കാണാനുമില്ല. ചിലപ്പോൾ മൈൻഡ് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കാം ഇവിടെ. പക്ഷെ നമുക്കവിടെ താഴത്തേക്ക് ഇറങ്ങി നോക്കാം, എന്താ സംഭവം നോക്കി നോക്കാം. നമുക്കൊരു വില്ലേജ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഏതോ എനിമി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ആരും ഓൺലൈനൊന്നും ഇല്ല. നമുക്കെന്തായാലും അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയേക്കാം. ഗൈസ് ഇവിടെ ഒരു നായൊക്കെ ഉണ്ട്. ഗൈസ് ആരാ നായെന്നറിയില്ല, അവന്മാരാവും. ഇവിടെ ആരാന്നറിയില്ല. എന്തായാലും നമുക്ക് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ലൂട്ടാം. ഫസ്റ്റ് ടാസ്കിൽ എന്താ വെച്ചാലേ ഒരു ബേസ് ഉണ്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. നമുക്ക് അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. ഗൈസ് ഇത് ഇവിടെ ആളില്ലേ? ഗൈസ് ഇവിടുത്തെ സംഭവങ്ങളൊന്നും ആരും ഒന്നും എടുത്തിട്ടില്ല. പൊട്ടന്മാരെടുക്കാൻ മറന്നാ തോന്നുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ഒന്ന് എടുക്കാൻ നമുക്ക്. എന്തായാലും അയാളൊന്ന് പോയി കൊല്ലണം, അല്ലെങ്കിൽ പ്രശ്നമാവും. ഓക്കെ വാടാ. അവനോട് തീർത്തിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ ഫുള്ളാണ്ട് ലൂട്ടിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ബേസ് ഇവന്മാരുണ്ടോ നോക്കിയേക്കാം. ഈ സ്വന്മാർ ഇവിടെ ഒന്നും ലൂട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ വില്ലേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശവന്മാരെ ബേസ് എവിടെ നിന്ന് കണ്ടുപിടിക്കുക. ഇതെന്താണ് ഇവിടെ എന്തോ പെട്ടി പോലെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ സ്ട്രക്ചറാണെന്നാണ്. എന്തായാലും നമുക്ക് ഇവിടെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കി വെക്കാം. എനിക്കിത് തോന്നുന്നത് സ്ട്രക്ചറാണെന്നാണ്. ഇതിന് മേലൊരു ബിൽഡിംഗ് ഉണ്ട്. ചിലപ്പോൾ അതിൻ്റെ അത് നിൽക്കണ ഒരു സ്ഥലമാവും. ഇവിടെയും ഒരു കേവ് ഉണ്ട്. കേവ് അവന്മാരെ ഇറങ്ങി നോക്കിയതാ തോന്നുന്നുണ്ട്. ലൈറ്റൊക്കെ കാണാനുണ്ട്. അവന്മാരാരാണാവോ? എന്തായാലും ഇതിനൊക്കെ ഒന്ന് പോയേക്കാം. അപ്പം ഞാൻ തപ്പി, പക്ഷെ അവിടെ ഒന്നും കാണാനില്ല. ഇവിടെ എന്തൊരു ഗുഹ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വല്ലതും ആവോ നോക്കണം. ഈ ഇവിടെ ഒരു ടോർച്ച് പോലും ഇല്ല. ഇവിടെ ഈ വില്ലേജറിൻ്റെ വീടൊക്കെ ആരെ പൊട്ടിച്ചിട്ടുണ്ട്. വേറൊന്നും ഇവിടെ കാണാനില്ല. അവിടെ ആരെ ഷുഗർ കെയിനൊക്കെ നട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എവിടെയൊന്നും കാണാനൊന്നുമില്ല. ഇവിടെ ഈ പെട്ടി പോലെ പണിത് വെച്ചാൽ എന്തോ ഒരു ഡൗട്ടുണ്ട് കേസ്. അപ്പോൾ അതിലെന്തായാലും നമ്മൾ നോക്കി നോക്കാം എന്താ സംഭവം. അല്ലെങ്കിൽ ഇതിൻ്റെ മേൽക്കൊന്ന് കയറട്ടെ. ഇവിടെ എന്തോ ഒരു പന്തികേടുള്ള പോലെ തോന്നുന്നുണ്ട്. ഇത് പൊട്ടിച്ച് നോക്കാം. ആ ഇവിടെ ഒരു കുബിൾ സ്റ്റോൺ. എന്തായാലും ഒന്ന് പൊളിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, ഇതൊരു ബേസാണ്. നമ്മളെ ഫസ്റ്റ് ടാസ്ക് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊരു ബേസ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ. ആരാണാവോ ഇങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ്? ഇതിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഗൈസ്. അടിയിലൊക്കെ വലിയ സെറ്റപ്പാണ് ഗൈസ്. നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. വല്ല അയണ അങ്ങനത്തെ വല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എടുക്കാം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. പോകുമ്പോൾ ഈ സ്ഥലം ഉണ്ട് കത്തിച്ച് പോവുക ഗൈസ്, അതാവും ബെറ്റർ. ഇതിൽ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അല്ലെ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ ഗൈസ്. ഇതിൽ വേറെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഇതിലിപ്പോൾ എന്താ ചെയ്യുക? ആ ഇതെന്താ ഇവിടെ വാതിലൊക്കെ ഗൈസ്. ഇത് ഇവിടെ ഇങ്ങനെ മൂടി എടുക്കണമാതിരി. ഇതൊരു നല്ല ബുദ്ധിയാണ് ഗൈസ്. ഇത് കണ്ടാൽ ആർക്കും മനസ്സിലാവുന്നില്ല. സംഭവം സെറ്റാണ്. ഇവിടെ വില്ലേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവന്മാരോട് തട്ടണം. എസ്കേപ്പ് റോനെ ഒന്ന് വിളിക്കണം ഗൈസ്. എന്നിട്ട് നമുക്ക് ഈ സ്ഥലം കൊണ്ട് കത്തിക്കാം. ഓക്കെ ഗൈസ്, എസ്കേപ്പ് റോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഒരു വില്ലേജ് സ്റ്റൈൽ ഉണ്ടാക്കിയിട്ട് ഇവിടെയുള്ള ഈ വില്ലേജ് കൂടെ ആദ്യം കത്തിക്കാം. അതാവും ബെറ്റർ. വില്ലേജ് കൊണ്ട് കത്തിച്ചാണ് ഇവിടെ. പിന്നെ അല്ല ഒരു വില്ലേജ് ഇവിടെ
ആകെ 4 വില്ലേജ് ഉള്ളൂ ഇവിടെ. ഇല്ല പിന്നെ ഇതൊക്കെ കത്തിച്ചാണ് വിടാം, വേറെ ഒന്നും നോക്കണ്ട, ഒക്കെ കത്തിക്കാം. ഗൈസ് നമ്മളിവിടുത്തെ ഫുള്ള് ഭാഗങ്ങൾ നമ്മളിവിടെ കത്തിച്ചിട്ടിട്ടുണ്ട്. നല്ല വൈബാണ് ഗൈസ് ഈ കത്തിക്കണ പരിപാടി. ഗൈസ് നമുക്കൊരു വില്ലേജ് ഇല്ല, അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യണം. ഗൈസ് നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് കത്തിക്കാം, ഒന്ന് കിടന്നുറങ്ങട്ടെ, ആദ്യം ഒന്ന് സെറ്റ് ആവട്ടെ. ഗൈസ് നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സ്കിന്നിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എല്ലായിരുന്നു കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മളെ ഫസ്റ്റ് ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നെതറായി പോകണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. SK Broൻ്റെ ചാനലിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവൻ്റെ ചാനലിലും ഇതിൻ്റെ എപ്പിസോഡ്സ് വരുന്നതാണ്, അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഗുഡ് ബൈ.